റബീഉൽ അവ്വലിന്റെ ജാഥ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലൂടെ എങ്ങനെ വരും? ഏത് മദ്രസയിലെ ജാഥ വന്നാലും സ്വീകരണം കൊടുക്കണം. ആ മനസ്സ് അല്ലാഹു നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അത് മറ്റേ മദ്രസ, ഇത് ഈ മദ്രസ, അത് മറ്റേ അങ്ങനെ ഒന്നും മിണ്ടിപ്പോകരുത്. ഹബീബിന്റെ മൗലിദ് ചൊല്ലി ഹബീബിന്റെ ജാഥ അങ്ങനെ വരുന്നത് കണ്ടാൽ അത് ആര് നടത്തിയാലും ഹബീബിന്റെ ജാഥയാണത്. ആ ജാഥ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഒറ്റ പാർട്ടിയുള്ള ലോകത്ത് ജയ്ഷെ മുഹമ്മദ്. അത് മറ്റേ അവിടെ അതിർത്തിയിലെ ജയ്ഷെ മുഹമ്മദ് അല്ലത്, ഇത് ജയ്ഷെ മുഹമ്മദ്. അല്ലാഹു തആല ജയ്ഷെ മുഹമ്മദിൽ ആ ജയ്ഷെ മുഹമ്മദ് അല്ലട്ടോ, ആ പേരിട്ട് ഭീകരവാദ സംഘടന ഉണ്ട്. അതല്ല ഈ ജയ്ഷെ മുഹമ്മദ് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ പോലും, ഒരു മണ്ണിനെ പോലും ചവിട്ടി നോവിക്കാൻ കഴിയാത്ത ജയ്ഷെ മുഹമ്മദ് ഉണ്ട്. ഒരു പുല്ലിനെ പോലും ചവിട്ടിയിട്ട് വേദനിപ്പിക്കാൻ കഴിയാത്ത ജയ്ഷെ മുഹമ്മദ് ഉണ്ട്. അല്ലാഹു തആല അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ തരത്തിൽ നമുക്ക് മാറണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹബീബിന്റെ ജാഥ നിങ്ങളുടെ വീടിന്റെ മുമ്പ് കൂടെ പോകുമ്പോ ഒരു ഉറുപ്പിന്റെ മിഠായിയോ കയ്യുമെങ്കിൽ 500 ആളുണ്ടെങ്കിൽ 500 മിഠായി കൊടുക്കുക. പായസം കൊടുക്കാൻ പറ്റുമെങ്കിൽ 10 രൂപ 5000 പായസം കൊടുക്കുക. എന്ത് കൊടുത്താൽ 2 മദ്രസ ഉണ്ടെങ്കിൽ 2 മദ്രസക്കും പായസം കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.